ടെസ്ല ഷോറൂമുകൾ നശിപ്പിക്കുന്നവരെ ആഭ്യന്തര ഭീകരരായി കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ ടെസ്ല ഷോറൂമുകൾക്ക് നേരെയുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. സമീപ ആഴ്ചകളിൽ യുഎസിലെയും യൂറോപ്പിലെയും ടെസ്ല ഷോറൂമുകളിൽ നിരവധി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. മിക്ക പ്രതിഷേധങ്ങളും അത് സമാധാനപരമായിരുന്നെങ്കിൽ പോലും ചില സംഭവങ്ങൾ അക്രമാസക്തമായി. ഫ്രാൻസിലെ ഒരു ടെസ്ല ഷോറൂമിൽ ഡസൻ കണക്കിന് വാഹനങ്ങൾ അഗ്നിക്ക് ഇരയാവുകയും ചെയ്തിരുന്നു. വാഷിംഗ്ടണിലെ ലിൻഡുവിൽ 6 ടെസ്ല കാറുകൾ സ്പ്രേ പെയിന്റിന്റെ അത് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. അതേസമയം ടെസ്ല സിഇഒ ഇലോൺ മസ്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ടെസ്ല കാർ വാങ്ങുകയും ചെയ്തിരുന്നു. തന്റെ വൈറ്റ് ഹൗസിന് മുൻപിൽ വെച്ച് അവിടെ വെച്ച് ടെസ്ല മോഡൽ എസ് കാറിന് സമീപം നിൽക്കുകയായിരുന്ന ട്രംപിനോട് ടെസ്ല ഡീലർഷിപ്പ് ആക്രമിച്ചവരെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു അക്രമികളെ ആഭ്യന്തര ഭീകരരായി കണക്കാക്കുമെന്ന് ട്രംപ് മറുപടി നൽകിയതും. ടെസ്ല സിഇഒ അതുപോലെ തന്നെ ഇലോൺ മസ്ക് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമായതിനു ശേഷം സർക്കാർ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിൽ നയം പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു ഈ പ്രതിഷേധമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും. ഇതേ തുടർന്നാണ് ട്രംപ് മസ്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. ഇത്തരം ആക്രമണങ്ങൾ താൻ തടയുമെന്നും ഈ അക്രമകാരികളെ ഒരു വലിയ അമേരിക്കൻ കമ്പനിയെ വേദനിപ്പിക്കുകയായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട ചിലരെ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. ഇവർ മോശം ആളുകളാണ്. നമ്മുടെ സ്കൂളുകളിലും സർവകലാശാലകളിലും അവർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവരാണ് എന്നും അദ്ദേഹം ഒരു CCTV ദൃശ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യക്തമാക്കുകയായിരുന്നു. ഇലോൺ മസ്കിനെ ഒരു മികച്ച വ്യക്തിയാണ് എന്നും രാജ്യസ്നേഹിയെന്നും വിളിച്ച് ഡൊണാൾഡ് ട്രംപ് മസ്കിനെ പ്രശംസിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടെസ്ല കാർ വാങ്ങാമെന്ന് പറയുകയും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മസ്കിന് 4 മികച്ച കാറുകൾ ഉണ്ടായിരുന്നുവെന്നും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഒരെണ്ണം വാങ്ങിയെന്നും ഇത് വളരെ പൊതുജനങ്ങൾക്കായി നടത്തിയ ഒരു വാങ്ങലായിരുന്നുവെന്നും ആ കാറുകൾ വളരെ മനോഹരവും ആഡംബരപൂർണവുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വരുന്ന ഏപ്രിൽ മാസത്തോടെ തന്നെ ഇന്ത്യയിലെ 2 നഗരങ്ങളിൽ ഷോറൂം തുറക്കുമെന്നായിരുന്നു അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ആദ്യ വിൽപ്പനയ്ക്ക് 21 ലക്ഷം അതിൽ താഴെയുള്ള കാറുകൾ അവതരിപ്പിക്കും. ഇന്ത്യയിൽ അതുപോലെ തന്നെ റീറ്റെയിൽ കച്ചവടം ആരംഭിക്കാനായിരുന്നു കമ്പനി നീക്കം നടത്തിയതും. ബെർലിനിലുള്ള ടെസ്ല പ്ലാന്റിന്റെ വസ്തുക്കൾ ഇതിനായി തന്നെ ഇറക്കുമതി ചെയ്യുമെന്നും വിവരം ലഭിച്ചിരുന്നു. CNBC TV 18 ആണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടതും. ഡൽഹിയിലും മുംബൈയിലും 5000 സ്ക്വയർ ഫീറ്റിലുള്ള ഷോറൂമുകളായിരിക്കും തുറക്കുക. 2 ഷോറൂമുകളിലായി വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെയും ടെസ്ല ക്ഷണിച്ചിട്ടുണ്ട്. മുംബൈയിലെ വ്യവസായ ജില്ലയെന്നറിയപ്പെടുന്ന ബിക്കാസിനയിലും അതുപോലെ തന്നെ ഡൽഹിയിലെ എയറോസിറ്റിയിലുമാണ് ഷോറൂം ഈ ഒരു ലൊക്കേഷനായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ ആദ്യമായി ടെസ്ല ഇറക്കുന്നത് 21 ലക്ഷം രൂപയിൽ താഴെയുള്ള ഇലക്ട്രോണിക് വാഹനങ്ങളാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ വിപണിയിൽ ആരംഭിക്കുന്നത് അത് എവിടെയാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും രാജ്യത്ത് ടെസ്ല വാഹനങ്ങളുടെ ഉൽപ്പന്നം സംബന്ധിച്ച് ഒരു സൂചനയും തന്നെ ഇതുവരെയും ആരും പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.